സാർ ഇതൊരു ഡൽഹി ബേസ്ഡ് കമ്പനിയാണ്. റീറ്റെയിൽ സ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക് വളരെ എക്സ്പീരിയൻസ് ഉണ്ടാവും. ഓരോ പാർട്ടികൾ, ഓരോ സംഘടനകൾ, നമ്മൾ ഇതുവരെ പേര് പോലും കേൾക്കാത്ത കുറേ അസോസിയേഷൻസ്, ഇതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് അതാത് സമയങ്ങളിൽ വരികയും അവരുടെ ഒരു റൈറ്റ് ആയിട്ട് അവരൊരു എമൗണ്ട് എഴുതിയിട്ട് നമുക്ക് റെസീപ്റ്റ് തന്നിട്ട് പോയ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആസ് എ ഗ്രോയിങ് ബ്രാൻഡ് നമ്മൾ നമ്മുടെ സ്റ്റോറിൽ കൊടുത്ത ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് വെച്ചാൽ, ഈ ഇവർ വരുമ്പോൾ ഇവരെപ്പോഴെങ്കിലും നമ്മുടെ സ്റ്റോറിൽ വന്നിട്ട് ഒരു സാധനം വാങ്ങിക്കാൻ അവർ വന്നിട്ടുണ്ടോ എന്ന് അവരോട് വളരെ നല്ല രീതിയിൽ ചോദിക്കുക. ഇല്ല എന്നാണ് അവരുടെ ഉത്തരമെങ്കിൽ, അല്ലെങ്കിൽ അവരെ ഇതുവരെ നമുക്ക് കണ്ടു പരിചയമില്ലെങ്കിൽ അവരോട് പറയുക, സാർ ഇതൊരു ഡൽഹി ബേസ്ഡ് കമ്പനിയാണ്, അതിൻ്റെ ഫ്രാഞ്ചൈസിയാണ് നമ്മൾ, അതുകൊണ്ട് ക്യാഷിന് എന്ത് തരാൻ പറ്റില്ല, അങ്ങനെ ക്യാഷ് എടുത്ത് കൊടുക്കാനുള്ള സംവിധാനം നമുക്കില്ല എന്ന് വളരെ നല്ല രീതിയിൽ അവരോട് പറയുകയാണ്. ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു സംഘടനയെയോ ഒരു പേഴ്സണിനെയോ നമുക്ക് വെറുപ്പിക്കാൻ പറ്റില്ല. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ അതേസമയം അവരോട് പറയാം, നമ്മളുമായിട്ട് അവരുടെ പർച്ചേസ് ഫുള്ളും ആവശ്യമുള്ളൂ, അവരുടെ പിരിവ് ഫുള്ളും നമ്മുടെ കടകളിലും ആകുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ട് എന്ന് അവർക്ക് തോന്നുന്ന രീതിയിൽ നമ്മൾ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഇഷ്യൂ വളരെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്.